നമ്മുടെ ഭീഷ്മോർമ്മം സിനിമയിൽ മൈക്കിളപ്പം പറയാറില്ലേ, കൂനംകുരിശൻ വിചാരിച്ചാൽ പോലും രക്ഷിക്കാൻ പറ്റില്ല എന്ന്. അതേ കൂനംകുരിശ് പള്ളിയാണ്. കൂനംകുരിശൻ എന്ന് പറയുന്നത് നമ്മുടെ കൂനംകുരിശ് പള്ളിയുടെ മുന്നിലാണ് നമ്മളുള്ളത്. സോ നമ്മള് കൊച്ചിക്കകത്തെ സ്വന്തം കൂനംകുരിശ്. ഹലോ ഗുസ്, എന്താഗ്രഹം വിചാരിച്ചാലും മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചാൽ നടത്തി തരുന്ന ഭ്രാന്തൻ കുരിയച്ചന്റെ പള്ളി. വൈപ്പനിയിൽ നിന്ന് ജങ്കാറ് വഴി ഫോർട്ട് കൊച്ചി പിന്നെ മട്ടാഞ്ചേരി. 1314 വെള്ളപ്പൊക്കത്തിൽ കൊടുങ്ങല്ലൂരിന്റെ പ്രാധാന്യം കുറയുകയും കൊച്ചി വികസിക്കുകയും മട്ടാഞ്ചേരിയുടെ പ്രാധാന്യം ഏറുകയും ചെയ്തു. കൊടുങ്ങല്ലൂര് വ്യാപാരത്തിൽ ഏർപ്പെട്ടിരുന്ന ക്രിസ്ത്യാനികൾ മട്ടാഞ്ചേരിയിലേക്ക് എത്തി. അങ്ങനെ അവിടുത്തെ പ്രമാണിയായ മാത്തനും കൂട്ടരും വന്നത് മട്ടാഞ്ചേരിയുടെ ഈ ഒരു ഭാഗത്തായിട്ടാണ്. അങ്ങനെ മാത്തഞ്ചേരി മട്ടാഞ്ചേരിയായി അറിയപ്പെട്ടു. കൊടുങ്ങല്ലൂരിൽ വന്നപ്പോൾ കൊണ്ടുവന്ന കുരിശ് വഴിയോരത്തായിരുന്നു സ്ഥാപിച്ചിരുന്നത്. പോർച്ചുഗീസുകാർ അതിനെ പിരാന്തി ക്രൂശ എന്ന് വിളിച്ചു. അങ്കമാലി ആർച്ച് ഡീക്കനിന്റെ നേതൃത്വത്തിൽ ആയിരക്കണക്കിന് സുറിയാനി ക്രിസ്ത്യാനികൾ റോമിലെ കാത്തോലിക്ക സഭയായിട്ടുള്ള ബന്ധം വിക്ഷേപിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഒരു കൂനംകുരിശ് സത്യം ചെയ്തിരുന്നു. ആ കൂനംകുരിശ് സത്യം ചെയ്തപ്പോൾ ജനങ്ങൾ എല്ലാവരും കൂടി കയറ് കെട്ടി അതുമേ പിടിച്ചിട്ടാണ് സത്യം ചെയ്തത്. അതുകൊണ്ട് കൂനംകുരിശ് എന്ന പേരും ഇതിനുണ്ട്. ജാതിമത ഭേദമന്യേ എല്ലാവരും എത്തുന്ന ഈ പള്ളിയുള്ളത് മട്ടാഞ്ചേരിയാണ്. സോ ഡു ചെക്ക് ഇറ്റ് ഔട്ട്.